നിങ്ങളുടെ ശ്രദ്ധയെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാം. ഭൂരിഭാഗം മനുഷ്യരും ബോധപൂർവമായല്ല ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അബോധമായി അഥവാ യാന്ത്രികമായാണ് പലപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവയെ ഒന്ന് ബോധപൂർവം ആക്കിയാൽ നാം എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബോധമുണ്ടാകുകയും അവയെ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും. നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിരന്തരം പ്രവർത്തന നിരതരാകുക. റിട്ടയർമെൻറ്റിന് ശേഷവും ഒരു ദിവസത്തെ തിരക്കുള്ളതാക്കുക. തിരക്കുള്ള ഒരാളുടെ മനസ്സിൽ നിഷേധചിന്തകൾക്ക് സ്ഥാനമില്ല. ഒന്നിരുന്നിട്ട് വേണ്ടേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ. ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക അത്യാവശ്യമാണ്. ബോധപൂർവം അവയെ പ്ലാൻ ചെയ്ത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുകയും വേണം. ലക്ഷ്യബോധത്തോടെ നല്ല കാര്യങ്ങൾ ബോധപൂർവം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ല ചിന്തകളാൽ മനസ്സിനെ നിറച്ചുകൊണ്ടിരിക്കണം. ശാന്തമായ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകില്ല. അതിനാൽ എപ്പോഴും മനസ്സിനെ ശാന്തമാക്കി നിർത്തുക. എന്തിനെക്കുറിച്ചും അമിതമായൊരു വേവലാതി വേണ്ട. അപ്പോൾ കൂളാകാൻ കഴിയും. നെഗറ്റീവ് ചിന്തകൾ കടന്നു വരില്ല. ഏത് കാര്യത്തിൻ്റെയും നല്ല വശം മാത്രം എടുക്കുക. അതിൻ്റെ മോശം ചിന്തിക്കാതിരിക്കുക. ജീവിതത്തിൽ എന്ത് കാര്യത്തിലും ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തി എല്ലാത്തിനെയും പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഏത് കാര്യത്തെയും സമഭാവനയോടെ കാണാൻ കഴിയും. അത് നെഗറ്റീവ് ചിന്തയെ ഇല്ലാതാക്കും. ഭൂരിഭാഗം മനുഷ്യരും കഴിഞ്ഞ കാലങ്ങളിലെ ദുരനുഭവങ്ങളെ അയവിറക്കിക്കൊണ്ടും ഭാവി കാലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടും കൊണ്ടാണ് ജീവിക്കുന്നത്. അതൊഴിവാക്കുക. വർത്തമാന കാലത്തിൽ ജീവിക്കാൻ പഠിക്കുക. നമുക്ക് ലഭിച്ച വിഭവങ്ങളിൽ തൃപ്തിയടയുക. നെഗറ്റീവ് ചിന്തകൾ താനെ അപ്രത്യക്ഷമാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.